ഇപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഈ വിധിയോട് താങ്കളുടെ പ്രതികരണം എന്താണ്? രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ള കേജ്രിവാളിന്റെ വാദം ശരിവെക്കുന്നത് പോലെയായി ഉത്തരവ്. കാരണം സെൻട്രൽ ഏജൻസിയെ വെച്ച് ഇത്ര നാൾ അന്വേഷിപ്പിച്ചിട്ടും കസ്റ്റഡിയൊക്കെ ഒരുപാട് കോടതിയിൽ നിന്ന് കസ്റ്റഡി കിട്ടുകയും അന്വേഷണം വളരെ സമഗ്രമായി നടക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു തെളിവ് പോലും കോടതിയിൽ നിലനിൽക്കുന്ന ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞ് കോടതി CBIയെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് എല്ലാ പ്രതികളെയും ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എത്രമാത്രം നിയമം ദുരുപയോഗപ്പെടാം എന്ന് കേജ്രിവാൾ വാദിച്ചത് ശരിവെക്കുന്നത് പോലെയായി. അപ്പോൾ കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരം, പൊളിറ്റിക്കൽ ഇമേജ് പെട്ടെന്ന് അതിന് ഏറ്റ മങ്ങല്, കോടതിയുടെ പരിഗണനയിൽ ഇരുന്നപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ ഒഫീഷ്യൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനുള്ള പ്രയാസം ഉണ്ടായത്, പിന്നെ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ പൗരാവകാശത്തിന്റെ ലംഘനമാണ്. പേഴ്സണൽ ലിബർട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ കോടതിക്കും കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് നിയമത്തിന്റെ ദുരുപയോഗം തടയാൻ ഇനിയെങ്കിലും മുന്നോട്ട് കോടതികളെ പെട്ടെന്ന് ജാമ്യം കൊടുക്കുകയും ഈ കുറ്റക്കാരനാണെങ്കിൽ പെട്ടെന്ന് അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോഴും പല കേസുകളിലും കുടുങ്ങി ജയിലില് ജാമ്യം കിട്ടാതെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പലരും കിടക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ കേജ്രിവാളിന്റെ ആദ്യത്തെ കോടതിയിൽ നിന്ന് വന്ന തിരിച്ചടി ഒരു വലിയ പാഠമായിട്ട് മാറുമെന്ന് തോന്നുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.